യേശുവേ സ്തോത്രം. എൻ്റെ പേര് മോളി വർഗീസ്. ഞാൻ ചാലക്കുടിയിൽ നിന്ന് വരുന്നു. ഞാൻ എൻ്റെ മോൻ്റെ കുട്ടിക്ക് വേണ്ടി സാക്ഷ്യം പറയുന്നതാണ്. 5 വർഷങ്ങൾക്ക് കല്യാണം കഴിച്ചിട്ട് 5 വർഷങ്ങൾക്ക് ശേഷം ഉണ്ണി ഉണ്ടായത്. ആ ഉണ്ണിക്ക് 8 മാസമായപ്പോൾ തുടങ്ങി എപ്പോഴും പനി വന്നുകൊണ്ടിരിക്കുകയാണ്. പനി വന്ന് പല ഹോസ്പിറ്റലിലും കൊണ്ടുപോയിട്ടൊന്നും ഒരു കുറവില്ല. അപ്പോൾ ഞങ്ങൾ അബുദാബിയിലാണ്. ആ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ഒന്നും കുറവ് വരുന്നില്ല. പല ഡോക്ടേഴ്സിൻ്റെ അടുത്തും പോയിട്ടും കുറവ് വരില്ല. ആൻറ്റിബയോട്ടിക്കും ഒരാഴ്ച ഹോസ്പിറ്റലിൽ വീണ്ടും വരും, പിന്നെയും ഹോസ്പിറ്റലിൽ. അപ്പോൾ ഞാൻ ഇങ്ങനെ ഇരിക്കുന്ന എൻ്റെ തൃശ്ശൂർ അമ്മടുത്ത് അനിയത്തി ഉണ്ട്. അനിയത്തിക്ക് ഞാൻ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ജസ്റ്റ് ഇങ്ങനെ ഒരു സംഭവമുണ്ട്. അപ്പോൾ അവൾ എനിക്ക് ഇങ്ങനെ പറഞ്ഞു, റാഫേലച്ചൻ്റെ ഇവിടെ അത്ഭുത ജപമാല എന്ന് പറഞ്ഞ ഒരു പ്രയുണ്ട്, അതിൽ യൂട്യൂബിൽ മോളിച്ചിട്ട് കണ്ടു പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. ഞാൻ അന്ന് കാണാൻ തുടങ്ങി. ആ കാണാൻ അന്ന് തുടങ്ങി ഞാൻ ഉണ്ണീനെയും വെച്ച് ഇത് എന്നും കണ്ടുകൊണ്ടിരുന്നു. അപ്പോഴൊക്കെ ഞാൻ പ്രാർത്ഥിക്കണ്ടായിരുന്നു, ഈശോയെ നിന്നെ മഹത്വപ്പെടുത്തണം, എനിക്ക് സാക്ഷ്യം പറയണം, ഇത് വലിയൊരു അത്ഭുതമായിട്ട് തന്നെ. ഈശോ നീ അത്ര വലിയവനാണെങ്കിൽ എനിക്ക് ഇത് ഈശോ നീ തൊട്ട് സൗഖ്യപ്പെടുത്തി തരണം എന്ന് പറഞ്ഞു. എന്താ ഇത് അറിയണേ ഉണ്ടായില്ല. അങ്ങനെ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോയി. ഒരു ദിവസം ഒരു കുറേ ഡോക്ടേഴ്സും കൂടി ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അന്നൊരു ചൊവ്വാഴ്ചയായിരുന്നു. ഞാൻ ഈ അത്ഭുത ജപമാല ഓണാക്കി വെച്ചിട്ട് ഞാൻ ഈ ഉണ്ണീനെയും പിടിച്ച് ഇതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഡോക്ടർ പറഞ്ഞു, യൂറിൻ പോണ്ടായില്ല കുട്ടിക്ക്. യൂറിൻ പോണത് മുഴുവനും അവിടെ സ്റ്റക്കായി നിന്ന് അത് പഴുപ്പ് കയറാറുന്നു. അത് ആരും കണ്ടുപിടിച്ചിട്ടുണ്ടായില്ല. അങ്ങനെ അത് കണ്ടുപിടിച്ചു. ഞാൻ പിന്നത്തെ ചൊവ്വാഴ്ച കരഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു, കുട്ടീനെ 15 days അവിടെ അഡ്മിറ്റ് ആക്കിയേക്കാം. അപ്പോൾ പറഞ്ഞു ഒരു സർജനെ കാണണം എന്ന് പറഞ്ഞു. സർജനെ കണ്ടപ്പോൾ സർജൻ ഉടനെ തന്നെ പറഞ്ഞു ഇത് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. പിന്നത്തെ ചൊവ്വാഴ്ച ഇതുപോലെ തന്നെ ഉണ്ണിനെയും വെച്ച് ഞാൻ ഇത് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇവിടുന്ന് അച്ഛൻ വിളിച്ച് പറയുന്നു, ഇതുവരെ ദേശത്ത് നിന്ന് ഒരമ്മ ഉണ്ണിക്ക് വേണ്ടി കരഞ്ഞു പ്രാർത്ഥിക്കണോ, അവൻ്റെ അസുഖം ഈശോ തൊട്ട് സുഖപ്പെടുത്തണോ. അവൻ്റെ പേര് അന്തോണി എന്താണെന്ന്. അന്തോണി ആന്റോണിയോ എന്നാണ് പേര്. അവൻ 5 വർഷങ്ങൾക്ക് ശേഷം കിട്ടിയ ഉണ്ണിയാണ്. അപ്പോഴും ഞങ്ങൾ ഇവിടെ കരഞ്ഞ് പ്രാർത്ഥിക്കണ്ടായിരുന്നു, ഉണ്ണി ഉണ്ടാവുകയാണെങ്കിൽ ഞങ്ങൾ അന്തോണി ഇത് പേരിടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്തോണി എന്നാണ് ഞങ്ങൾ വീട്ടിൽ വിളിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ പിറ്റേതിൻ്റെ 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ആ സർജനെ കൊണ്ട് കാണിച്ചപ്പോൾ ആ സർജൻ ചോദിക്കണം, എന്താ ഇത് അത്ഭുതം നടന്നേക്കണേ, ഭയങ്കര അത്ഭുതമായി പോയല്ലോ, ഇത് ഒരു കുഴപ്പമില്ലല്ലോ ഉണ്ണിക്ക്, 2 ആഴ്ച മുമ്പ് വന്നതാണോ ഈ ഉണ്ണി? അങ്ങനെ പറഞ്ഞു അവര്. എനിക്ക് എന്താ പറയേണ്ടത്, ഒരു കുഴപ്പമില്ല, ഇപ്പൊ ഒരു കുഴപ്പമില്ല. നല്ലൊരു കൈയടി കൊടുത്ത വലിയൊരു മിറക്കിളാണ് സംഭവിച്ചിരിക്കുന്നത്. ഒരു വയസ്സും 8 മാസമായി. അതേ തന്നെ അവൻ്റെ അമ്മ കരഞ്ഞ് പ്രാർത്ഥിക്കണ്ടായിരുന്നു, ഇനി എനിക്ക് അടുത്തൊരു പ്രഗ്നൻസി ഉണ്ടാവോ, കോംപ്ലിക്കേറ്റഡ് ആവോ. എൻ്റെ അടുത്ത് പറഞ്ഞു നിനക്ക് ഉണ്ണി ഉണ്ടാവും, നമുക്ക് പ്രാർത്ഥിക്കാം. ഇതേപോലെ ഈ ചൊവ്വാഴ്ച ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു. അച്ഛൻ ഇവിടുന്ന് വിളിച്ച് പറയുന്നു, സോഫി എന്ന് പറയുന്ന മകൾക്ക് ഒരു ഉണ്ണീനെ കൊടുത്ത് ഈശോ അനുഗ്രഹിക്കണമെന്ന്. ഞാൻ വേഗം അവൾ നേഴ്സാണേ, അവിടെ വിളിച്ച് പറഞ്ഞു, സോഫി നിനക്ക് ഉണ്ണീനെ തരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇവൾ ട്രൈ ചെയ്യണ്ടായിരുന്നു. അപ്പോൾ അവൾ വേഗം വന്നിട്ട് നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് പിറ്റേ ദിവസം ചെക്ക് ചെയ്തപ്പോൾ അവൾ പ്രഗ്നൻ്റ് ആയി. ഇപ്പം 5 മാസമായി അവൾക്ക്. ഞങ്ങളെല്ലാവരും കൂടി വന്ന് ഇവിടെ സാക്ഷ്യം പറയാനിരുന്നതാ. പക്ഷേ ഡോക്ടർ പറഞ്ഞു യാത്ര ചെയ്യേണ്ട പറഞ്ഞാലും വന്നില്ല. ഞാൻ പറഞ്ഞു ഞാൻ പോയി സാക്ഷ്യപ്പെടുത്താമെന്ന് പറഞ്ഞു. അങ്ങനെ ദൈവം ഇത്രയും വലിയ അനുഗ്രഹം തന്നു. വലിയൊരു സാക്ഷിയാണ് നമ്മൾ കേട്ടത്. സ്നേഹമുള്ളവരെ, ഈ ചേച്ചി ഞാൻ പറഞ്ഞില്ലേ, അതാണ് നമ്മൾ ദീർഘനേരം പ്രസംഗിക്കുന്നതൊക്കെ വലുതാണ് ഒരു സാക്ഷിയെ. ഈ ചേച്ചി പറഞ്ഞതല്ല, ഇങ്ങനെ വാദിക്കുന്നത് കണ്ട ഒരു കുഞ്ഞുണ്ടാവുകയാണെങ്കിൽ ആ കുഞ്ഞിന് ആൻ്റണി എന്ന് പേര് കൊടുക്കാം, വിശുദ്ധ അന്തോണിസിനുള്ള ബഹുമാനാർത്ഥേ. അപ്പോൾ ഇപ്പോൾ ഒരു 5 വർഷത്തിന് ശേഷം കുഞ്ഞിനെ കൊടുക്കുകയാണ്. പിന്നെ കുഞ്ഞിന് ഈ രോഗം വന്നപ്പോൾ ഈ അത്ഭുതമാല കണ്ട് പ്രത്യേകം അവർ വീണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴാണ് ഇത് അത്ഭുതകരമായ കൃത്യം കാര്യം വന്നിട്ട് സൗഖ്യം കൂടി. അത് ആ ചേച്ചി പറഞ്ഞില്ലേ, ഇവിടെ വന്ന് ഞാൻ കൊച്ചിനെയും കൊണ്ട് സാക്ഷ്യം വന്ന് നിന്നെ മഹത്വപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്, മനസ്സിലായോ. അപ്പം ഇങ്ങനെ പറഞ്ഞിട്ട് വേണം നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് കേട്ടോ. ദൈവത്തിന് മഹത്വം കൊടുക്കണം. ആ നിങ്ങൾക്ക് കിട്ടിയ അനുഗ്രഹം മറച്ചു വയ്ക്കരുത്. അത് ഉടനെ വന്ന് ഇവിടെ വന്ന് സാക്ഷ്യം പറയണം. ഇത് 1.5 വർഷത്തിന് 1 വർഷം കഴിഞ്ഞു അല്ലേ? എത്ര നാളായി? 1 വർഷം 8 മാസം കഴിഞ്ഞിട്ടാണ് സാക്ഷ്യം പറയുന്നത്. ഭർത്താവിന് വേണ്ടിയിട്ട് പറഞ്ഞ സാക്ഷിയാണ്. എൻ്റെ അനിയത്തിയുടെ ഭർത്താവ് ഭയങ്കര സീരിയസ് ആയിട്ട് പല രോഗങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഒരു ദിവസം മരിച്ചു എന്ന് പറഞ്ഞാൽ ഐസിയിൽ ഇങ്ങനെ ഇട്ടേക്കാം. അപ്പോൾ അനിയത്തി എൻ്റെ അടുത്ത് നാട്ടിൽ നിന്ന് വിളിച്ച് പറഞ്ഞു, മോളി ഇങ്ങനെ ഒരു സംഭവമുണ്ട്. ഞാൻ പറഞ്ഞു നീ വേഗം അത്ഭുത ജപമാല
തുറക്ക്, ഇന്ന് ചൊവ്വാഴ്ച, മോള് തുറന്ന് നിൻ്റെ ബാഗിലിട്, ഞാനിവിടെ പ്രാർത്ഥിക്കാം. ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു. അച്ഛനെ ഇവിടുന്ന് വിളിച്ച് പറയുന്നു, വിദേശത്ത് നിന്ന് ഒരു മകള് സഹോദരന് വേണ്ടി കരഞ്ഞു പ്രാർത്ഥിക്കുന്നു. ആ മകൻ്റെ പേര് ജോയി എന്നാണ്. ഈശോ തൊട്ട് ജീവൻ തിരിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞ്. അപ്പം തന്നെ അനിയത്തിനെ വിളിച്ചിട്ട് പറയുകയാണേ, വാ എല്ലാവരെയും മരിച്ചു അറിയിക്കാൻ പറഞ്ഞേക്കാണ്. എന്നിട്ട് അനിയത്തി വേഗം വന്ന് നോക്കി. അപ്പോൾ പറയാം, അവൻ കണ്ണ് തുറന്നിട്ട് പറയാം, ഞാൻ ഉറങ്ങിപ്പോയി, എൻ്റെ മേത്തില്ലേ ആരോ ഇങ്ങനെ വന്നു തൊട്ടു. എന്നിട്ട് ഒട്ടും സംസാരിക്കാതെ കിടന്ന മനുഷ്യൻ എല്ലാവരും അറിയിച്ചു. ഹോസ്പിറ്റലിൽ നിറച്ച ആൾക്കാർ. അത്ഭുതം എന്ന് പറയട്ടെ, ഇന്ന് സുഖമായിട്ട് ഓടി നടക്കുന്ന ജോലി ചെയ്യണം. കരങ്ങളടിച്ച് നമുക്ക് നന്ദി വരെ. വലിയ വലിയ സൗഖ്യങ്ങളായി ഈ അത്ഭുത ജപമാലയിലൂടെ. സൗഖ്യം മാത്രമല്ല, ഒരുപാട് വിടുതലും